നമ്മുടെ ജലപ്രവാഹ ശക്തിയെ ജടയിൽ താങ്ങി നിർത്താമെന്ന് അങ്ങ് ഭഗീരഥന് വാക്കുകൊടുത്തില്ലേ? നമ്മുടെ ജലപ്രവാഹത്തെ താങ്ങിക്കൊള്ളൂ. കാണട്ടെ ആ ജടയുടെ ശക്തി. ദേവി നമ്മുടെ ശക്തിയെ പരീക്ഷിച്ചു. കോപിഷ്ഠനായ നാം ഗംഗാജലം മുഴുവൻ നമ്മുടെ ജടയിലേക്ക് ആവാഹിച്ചെടുത്ത് ദേവിയുടെ ദർപ്പം കെടുത്തി. ഇപ്പോൾ ഗംഗാജലം പൂർണ്ണമായും നമ്മുടെ ജടയിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയാലും ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, ആയിരക്കണക്കിന് സംവത്സരങ്ങൾ തപം ചെയ്തിട്ടും നമ്മുടെ ആഗ്രഹത്തിന് ഫലം കണ്ടില്ലല്ലോ. ഗംഗാജലത്തെ ജടയിൽ വഹിക്കാമെന്ന് കൈലാസനാഥനും ഗംഗാജലത്തെ ഭൂമിയിലേക്ക് അയക്കാമെന്ന് ഗംഗാദേവിയും വാക്ക് തന്നതാണല്ലോ. എന്നിട്ടും എന്തേ ഗംഗാജലം ഭൂമിയിലെത്താത്തത്? എന്തായാലും കൈലാസത്തിൽ പോയി പരമേശ്വര ഭഗവാനെ നേരിൽ കാണുക തന്നെ. ശ്രീ പരമേശ്വര ഭഗവാനെ. പ്രണാമം ഭഗവാനെ. ശംഭുനാഥ ഭഗവാനെ, അടിയൻ ഇതുവരെയും സങ്കടനിവൃത്തി ഉണ്ടായില്ലല്ലോ ദേവ. ഗംഗാനദിയുടെ ശക്തിയെ അങ്ങ് ജടയിൽ വഹിക്കാമെന്ന് സമ്മതിച്ചെന്നറിഞ്ഞപ്പോ ദേവി ഗംഗാജലം ഒഴുക്കിവിടാമെന്ന് അടിയനോട് സമ്മതിച്ചതാണ്. എന്നിട്ടിതുവരെയും ഗംഗാജലം ഭൂമിയിൽ എത്തിയില്ലല്ലോ ദേവ. അടിയന് ദർശനം നൽകിയപ്പോൾ ദേവി തെല്ല് നീരസത്തിലായിരുന്നെന്നും അടിയൻ ഓർക്കുന്നു. ഭഗവാനെ ഗംഗാധര, അടിയൻ അറിഞ്ഞുകൊണ്ട് ഒരപരാധവും ദേവിയോട് കാട്ടിയിട്ടില്ല. ദേവി അടിയനോട് നീരസം കാട്ടിയതെന്തേ? ഗംഗാജലം ഭൂമിയിലെത്താത്തതെന്തേ ദേവ? ഭഗീരഥ, ദേവി നിന്നോട് നീരസം കാട്ടിയെങ്കിൽ നമ്മോട് കാട്ടിയത് ധാർഷ്ട്യമാണ്. ഗംഗാജലം ശക്തിയായി നമ്മുടെ ജടയിലേക്ക് ഒഴുക്കിവിട്ട് ദേവി നമ്മുടെ ശക്തിയെ പരീക്ഷിച്ചു. കോപിഷ്ഠനായ നാം ഗംഗാജലം മുഴുവൻ നമ്മുടെ ജടയിലേക്ക് ആവാഹിച്ചെടുത്ത് ദേവിയുടെ ദർപ്പം കെടുത്തി. നമ്മുടെ ജലത്തിന്റെ ശക്തി താങ്ങാൻ അങ്ങയുടെ ജടയ്ക്ക് കെൽപ്പുണ്ടോ എന്ന് പരീക്ഷിക്കാൻ നാം ഒരു അവിവേകം കാട്ടി. സർവശക്തനായ അങ്ങേക്ക് താങ്ങാൻ കഴിയാത്തതായ എന്ത് അജയ്യ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്? നമ്മുടെ അവിവേകം പുറത്ത് മാപ്പ് നൽകണേ ഭഗവാനെ. ഗംഗാജലത്തെ അങ്ങ് ഭൂമിയിലേക്ക് അയച്ചാലും ദേവി, കാട്ടിയത് അവിവേകമാണെന്ന് ദേവിക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് മാപ്പ് നൽകണമല്ലോ. മാപ്പ് നൽകിയിരിക്കുന്നു.
എന്ത്? നമ്മുടെ തപോഭംഗം വരുത്തുവാൻ ജലപ്രളയമോ? നമ്മുടെ ആശ്രമം ജലത്തിൽ മുങ്ങി നശിക്കട്ടെന്നോ? മഹാതപസ്യായ നാം പ്രളയത്തിൽ മുങ്ങി ഒടുങ്ങണമെന്നോ? അത്രയ്ക്കായോ ജലത്തിന് ധിക്കാരം? എങ്കിൽ കാട്ടിത്തരാം ജഹ്നു മഹർഷിയുടെ തപശക്തി. നമ്മെയും നമ്മുടെ ആശ്രമത്തെയും നശിപ്പിക്കാൻ വന്ന ജലം മുഴുവൻ നാം നമ്മുടെ കമണ്ഡലുവിലേക്ക് ആവാഹിച്ചെടുത്തിരിക്കുന്നു. ലോകമറിയട്ടെ ജഹ്നു മഹർഷിയുടെ തപശക്തി. നമ്മുടെ കമണ്ഡലുവിൽ നിന്നും ഒരു തുള്ളി ജലമെങ്കിലും പിൻവലിക്കാൻ കെൽപ്പുള്ളവർ വരട്ടെ. സ്വാമികളെ, അടിയൻ ഭഗീരഥനാണ്. ആഗമനോദ്ദേശം? അടിയന്റെ പിതൃക്കൾക്ക് ഉദകക്രിയ ചെയ്യാനാണ് ഗംഗാജലം ഭൂമിയിലേക്ക് ഒഴുകി വന്നത്. ഓ, ഭൂമിയിലേക്ക് ഒഴുകി വന്ന ഗംഗാജലം ആദ്യം ജഹ്നു മഹർഷിയുടെ ഉദകക്രിയക്ക് ഉതകട്ടെ എന്ന് കരുതിയോ നീയെ? നമ്മുടെ ആശ്രമത്തെയും നമ്മെയും ഇല്ലായ്മ ചെയ്യാൻ എത്ര പ്രചണ്ഡമായ ജലപാതത്തിനും കഴിയില്ല. ഏത് ഘോര പ്രവാഹത്തെയും ആവാഹിച്ചൊതുക്കാൻ നമ്മുടെ ഇത്തിരി പോന്ന കമണ്ഡലു മതിയാവും. അത്രയ്ക്കുണ്ട് നമ്മുടെ തപശക്തി. മനസ്സിലായോ? മനസ്സിലാക്കുന്നു പ്രഭു. മഹാസാഗരത്തെ പോലും കൈക്കുമ്പിളിൽ ഒതുക്കാൻ കഴിയുന്ന അങ്ങയ്ക്ക് മുന്നിൽ അടിയൻ നമിച്ചുകൊള്ളുന്നു. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അടിയൻ അങ്ങയോട് ചെയ്തിട്ടില്ല. ഗംഗാജല പ്രവാഹം അങ്ങയ്ക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചെങ്കിൽ അടിയൻ മാപ്പ് ചോദിക്കുന്നു. ഗംഗാജലത്തെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇല്ല, സാധ്യമല്ല. ഹിമാലയ സാനുവിൽ നാം തപസ്സനുഷ്ഠിക്കുന്നു എന്ന് അറിയാമായിരുന്നിട്ടും നമുക്കുമേലെ പ്രവഹിക്കാൻ ധൈര്യം കാട്ടിയ ഗംഗാദേവിയുടെ അഹങ്കാരം അവഗണിക്കാവുന്നതല്ല. ഒരു തുള്ളി ജലം പോലും വിട്ടുതരില്ല. കടന്നുപോയ്ക്കോ. പ്രണാമം മഹർഷി. താപസന്മാരൊക്കെ വന്നല്ലോ. ജഹ്നു മഹർഷിയുടെ ആശ്രമം ഒലിച്ചുപോയോ, മഹർഷി ജലപാനം മൂലം പരലോകം പോകുകയോ എന്നൊക്കെ അറിയാനായിരിക്കും വന്നത്. മഹർഷി, ഈ നിൽക്കുന്ന താപസൻ അയോധ്യ ഭരിക്കുന്ന സൂര്യവംശകുല ജാതനായ മഹാരാജാവ് ഭഗീരഥനാണ്. ജ്ഞാനദൃഷ്ടിയിലൂടെ എല്ലാം അറിയുന്ന അങ്ങ് കോപം മൂലം ഒന്നും അറിഞ്ഞില്ല. സ്വന്തം പിതൃക്കൾക്ക് ഉദകക്രിയ ചെയ്യാനുള്ള ഗംഗാജലത്തിനു വേണ്ടി എത്രയോ സംവത്സരക്കാലം ഘോര തപം ചെയ്ത മഹാരാജാവാണിത്. കൊട്ടാരവാസവും അധികാരവും സുഖഭോഗങ്ങളും എല്ലാം വെടിഞ്ഞ് പിതൃക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടി മഹാത്യാഗമനുഷ്ഠിച്ച ഭഗീരഥ മഹാരാജാവിൻ്റെ ഗരിമ അങ്ങ് മനസ്സിലാക്കിയാലും ഗംഗാജലത്തെ മോചിപ്പിച്ചാലും പ്രഭു. മഹാരാജൻ അങ്ങയോട് അപമര്യാദയായി പെരുമാറേണ്ടി വന്നതിൽ നമുക്ക് ഖേദമുണ്ട്. അങ്ങ് പൂജനീയനാണ്, വന്ദനീയനാണ്. അങ്ങയുടെ സമക്ഷം കാലുകുത്താൻ കഴിഞ്ഞത് അപൂർവ പുണ്യമാണ് മഹർഷേ.
പിതൃക്കളുടെ ഉദകക്രിയാകർമ്മം മംഗളമായി നടക്കട്ടെ മഹാരാജൻ. കമണ്ഡലുവിലെ ഗംഗാജലത്തെ നമ്മുടെ കർണത്തിലൂടെ പുറത്തേക്ക് ഒഴുക്കുന്നതായിരിക്കും. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. ഉദകക്രിയാകർമ്മം തുടങ്ങുന്നതിനു മുമ്പ് ഗംഗാജലം കൊണ്ട് ഈ സ്ഥലമൊന്ന് പവിത്രമാക്കിയാലും ദേവി. ദേവി, ഇനി പിതൃക്കൾക്ക് ആചാരവിധിപ്രകാരം ഉദകക്രിയാകർമ്മം ചെയ്യാൻ കഴിയുമല്ലോ. പവിത്രമായ ഗംഗാജലവും അതിൻ്റെ അതിദേവതയായ ദേവിയുടെ സാന്നിധ്യവും ഈ കർമ്മത്തെ തീർത്തും പരിപൂർണമാക്കി. നന്ദിയുണ്ട് ദേവി. ഭഗീരഥ, പിതൃക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടി ഉദകക്രിയ നടത്തുകയും തുടർന്ന് അമാവാസ്യ നാളുകളിൽ മുടങ്ങാതെ ബലികർമ്മങ്ങൾ നടത്തുകയും ചെയ്താൽ കുടുംബത്തിൽ ശാന്തിയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും.
പിതൃക്കൾക്ക് സംതൃപ്തി അണയ്ക്കുന്നത് പോലെ മറ്റൊരു മഹാപുണ്യമില്ലെന്ന് ധരിച്ചാലും ഉദകക്രിയാകർമ്മം വിധിപ്രകാരം നടത്തുവാൻ നിങ്ങളെപ്പോലെ കഠിന പരിശ്രമങ്ങൾ ചെയ്ത് ക്ലേശങ്ങൾ സഹിച്ച് മറ്റൊരു വ്യക്തിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഭാവിയിൽ ഏതു കാര്യസിദ്ധിക്ക് വേണ്ടിയുമുള്ള കഠിനമായ പരിശ്രമത്തിന് ഭഗീരഥ പ്രയത്നം എന്നൊരു പ്രയോഗം തന്നെ ഉണ്ടാവും. ഭഗീരഥ പ്രയത്നം എന്ന ചൊല്ലിലൂടെ നിങ്ങളുടെ നാമധേയം തലമുറ തലമുറകളിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. സന്തോഷമായില്ലേ? സന്തോഷമായി. ഒരു ജന്മസാഫല്യം കൈവന്ന നിർവൃതിയായി ദേവി. സർവമംഗളങ്ങളും ഭവിക്കട്ടെ.